Hi students, we are discussing about the second chapter of history textbook, World in the 20th Century. In the previous classes we have discussed about after effects of First World War and the economic depression that emerged after First World War. Today we are going to discuss about fascism and Nazism that emerged after First World War. In the beginning of this topic, you can see some lines from the movie Charlie Chaplin, The Great Dictator. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ഏതാനും ചില വരികൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം. ടു ദോസ് ഹു ക്യാൻ ഹിയർ മീ ഐ സേ ഡു നോട്ട് ഡിസ്പെയർ. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. ദ മിസറി ദാറ്റ് ഈസ് നൗ അപ്പോൺ us ഈസ് ബട്ട് ദ പാസിംഗ് ഓഫ് ഗ്രീഫ്, ദ ബിറ്റർനെസ് ഓഫ് മെൻ ഹു ഫിയർ ദ വേ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. മനുഷ്യൻ്റെ അത്യാർത്തിയാണ് മനുഷ്യൻ്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യൻ്റെ പുരോഗതിക്ക് തടസ്സം നിന്നത് മനുഷ്യൻ്റെ അത്യാർത്തിയാണ്. ദ ഹെയ്റ്റ് ഓഫ് മെൻ വിൽ പാസ്. മനുഷ്യവിദ്വേഷം, മനുഷ്യൻ പരസ്പരമുള്ള ദേഷ്യങ്ങൾ ഇല്ലാതെയാവും. ആൻഡ് ദ ഡിക്റ്റേറ്റേഴ്സ് ഡൈ. ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ആൻഡ് ദ പവർ ദേ ടുക്ക് ഫ്രം ദ പീപ്പിൾ വിൽ റിട്ടേൺ ടു ദ പീപ്പിൾ. ജനങ്ങളിൽ നിന്നും ഏകാധിപതികൾ തട്ടിയെടുത്ത അധികാരം ഏകാധിപതികൾ മരണപ്പെടുന്നതോടെ ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ആൻഡ് സോ ലോങ് ആസ് മെൻ ലിവ്, ലിബർട്ടി വിൽ നെവർ പെറിഷ്. മനുഷ്യൻ എത്രത്തോളം കാലം ജീവിക്കുന്നോ അത്രത്തോളം കാലം ഈ ലോകത്തു നിന്നും സ്വാതന്ത്ര്യം ഒരിക്കലും നശിക്കുകയില്ല. ദിസ് വാസ് ചാർലി ചാപ്ലിൻസ് വ്യൂ on the dictatorship that became prevalent in some European nations after the First World War. After the First World War, several dictatorship governments emerged in the European nations. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണാധികാരികൾ ഉയർത്തെഴുന്നേറ്റ് വരികയും ഉണ്ടാവുകയും ചെയ്തു. Then what is the circumstances which led to the formation of dictatorship government? ഇത്തരത്തിലുള്ള ഏകാധിപത്യ ഭരണാധികാരികൾ, സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾ രൂപപ്പെടാനും ഉണ്ടാവാനുമുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വി ക്യാൻ ലുക്ക് ത്രൂ ദാറ്റ്. നമുക്കതിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. The first one is First World War devastated all countries from the world, especially European nations. ഒന്നാം ലോക മഹായുദ്ധം എല്ലാ രാജ്യങ്ങളെയും, എല്ലാ പരാജയപ്പെട്ട രാജ്യങ്ങളെയും അതുപോലെ തന്നെ വിജയിച്ച രാജ്യങ്ങളെയും, എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ വളരെയധികം മോശമാക്കി. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെനി യൂറോപ്യൻ ഗവൺമെൻറ് ലോസ്റ്റ് ദെയർ പവർ. പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവരുടെ നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. ആൻഡ് ദ തേർഡ് വൺ, പീപ്പിൾ വെർ ഇൻ മിസറി. ജനങ്ങളെല്ലാവരും വളരെ ദുരിതത്തിലായിരുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ. അധികം ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രാജ്യത്ത് നാണയപ്പെരുപ്പമുണ്ടായി. നാണയപ്പെരുപ്പത്തെക്കുറിച്ച് മുമ്പത്തെ ക്ലാസ്സുകളിൽ നാം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാണയം കൂടുതലായി അടിച്ചിറക്കുമ്പോൾ നാണയത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇറ്റ് എഫക്റ്റഡ് ദ എക്കണോമിക് ഫീൽഡ്. സാമ്പത്തിക മേഖലയെ അത് നല്ല രീതിയിൽ ബാധിച്ചപ്പോൾ അവിടെ പോവർട്ടിയും ഉണ്ടായി. എല്ലാ ആളുകൾക്കും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി. ദിസ് വാസ് ദ വെരി പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് യൂറോപ്യൻ നാഷൻസ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഇത്. ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദീസ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചാവോസ്, ഈ ഒരു രാഷ്ട്രീയവും സാമ്പത്തികപരമായ ഈ ഒരു അനിശ്ചിതത്വം, ഈ ഒരു ബുദ്ധിമുട്ട് ചൂഷണം ചെയ്തുകൊണ്ട് ടു പവേഴ്സ് എമേർജ്ഡ് ഇൻ ദ വേൾഡ്. ലോകത്ത് രണ്ട് ശക്തികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു.
ദാറ്റ് വാസ് ഫാഷിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി. അത് രണ്ടും ഇറ്റലിയിൽ ഉയർത്തെഴുന്നേറ്റ ഫാഷിസം എന്ന പ്രസ്ഥാനവും ജർമ്മനിയിലുണ്ടായ നാസിസം എന്ന പ്രസ്ഥാനവുമാണ് ഈ രണ്ട് ശക്തികൾ. വാട്ട് ഈസ് ദ സർക്കംസ്റ്റൻസസ് what is the factors that helped fascism and nazism to gain power? ഈ ലോകത്ത് അധികാരം പിടിച്ചടക്കാൻ ഫാഷിസത്തെയും നാസിസത്തെയും സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? The first one is economic destruction. സാമ്പത്തിക തകർച്ച. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും സാമ്പത്തികപരമായി തകർന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ജർമ്മനിയിൽ നാസിസവും ഇറ്റലിയിൽ ഫാഷിസവും അധികാരം പിടിച്ചെടുത്തു. The second one is rivalry against the victors. യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം. ജർമ്മനി എന്നുള്ളത് പരാജയപ്പെട്ട ടീമിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ഇറ്റലി വിജയിച്ചവരുടെ ഭാഗത്തായിരുന്നുവെങ്കിലും അവർക്കൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവമായിരുന്നു ജർമ്മനിയിൽ നാസിസവും ഇറ്റലിയിൽ ഫാഷിസവും ഉണ്ടാക്കാൻ അവിടുത്തെ അധികാരികളെ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അവിടുത്തെ സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരെ പ്രേരിപ്പിച്ചത്. വാട്ട് ഈസ് ദ തേർഡ് വൺ? എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഭരണകൂടം ഉണ്ടാക്കുന്നതെന്ന് ജർമ്മനിയിലെ നാസിസത്തിനോ ഇറ്റലിയിലെ ഫാഷിസത്തിനോ ഒരു ലക്ഷ്യമില്ലായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന ലക്ഷ്യം. These are the three factors that helped fascism and Nazism to gain power in their nations. അവരുടെ രാജ്യങ്ങളിൽ അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. Now we are going to discuss about fascism and Mussolini. Mussolini and fascism. മുസോളിനിയെക്കുറിച്ചും ഫാഷിസത്തിൻ്റെ ഉപജ്ഞാതാവായ മുസോളിനിയെക്കുറിച്ചും ഫാഷിസത്തെക്കുറിച്ചുമാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ടോപ്പിക് യു ക്യാൻ സീ ദ കൊട്ടേഷൻ ഓഫ് മുസോളിനി. വാട്ട് ഈസ് ദാറ്റ്? വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ. പുരുഷന് യുദ്ധം എന്നുള്ളത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഏതൊരു സ്ത്രീയാണെങ്കിലും അവർക്ക് മാതൃത്വം എന്നുള്ളത് ഈ ലോകത്ത് അധിക സ്ത്രീകളും അനുഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അധിക പുരുഷന്മാരും യുദ്ധം എന്നുള്ള ഈ ഒരു രീതി അനുഭവിച്ചേ മതിയാവൂ എന്നാണ് ഇറ്റലിയിലെ സ്വേച്ഛാധിപതിയായ മുസോളിനിയുടെ അഭിപ്രായം. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, in Italy, fascism government came to power. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനി ആയിരുന്നു. അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു പ്രസ്ഥാനത്തെ നിലവിൽ കൊണ്ടുവരുന്നത്. Then what is the circumstances under which the fascist party came to power in Italy? ഇറ്റലിയിൽ ഫാഷിസം ഗവൺമെൻറ് വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. The first one is Italy got nothing though she was with the victors in the First World War. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. We have discussed about this. Victorious Italy. When the First World War broke out, Italy withdrew from the Triple Alliance and joined the British-French Alliance. ജർമ്മനിയുടെ സഖ്യമായിരുന്ന ട്രിപ്പിൾ അലിയൻസിൽ നിന്നും ഒന്നാം ലോക മഹായുദ്ധത്തെ തുടങ്ങിയപ്പോൾ ഇറ്റലി ബ്രിട്ടീഷ് ഫ്രഞ്ച് അലിയൻസിലേക്ക് ട്രിപ്പിൾ എൻറ്റൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ എക്സെട്ര kept people away from the government. യുദ്ധം കഴിഞ്ഞതിന് ശേഷം വ്യവസായങ്ങൾ തകർന്നു, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മയുണ്ടായി, ഇൻക്രീസ് ഇൻ ടാക്സ് നികുതി വർധനവുണ്ടായി, ഇൻഫ്ലേഷൻ
പണപ്പെരുപ്പമുണ്ടായി തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇറ്റലിയിലുണ്ടായി. ഇറ്റ് കെപ്റ്റ് ദ പീപ്പിൾ എവേ ഫ്രം ദ ഗവൺമെൻറ്. അത് ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. ഈ ഭരണം വളരെ മോശമായി പോയപ്പോൾ ജനങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കാത്തൊരവസ്ഥ വന്നു. ഈ ഒരു അവസരം മുതലെടുത്തിട്ടാണ് മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്നത്. The third one is industrialists in fear of Italy moving to socialism were prompted to support fascism. രാജ്യം സോഷ്യലിസ്റ്റ് എന്ന ഒരു ആശയത്തിലേക്ക് പോകുമോ എന്ന ഭയം കാരണം അവിടെയുണ്ടായിരുന്ന എല്ലാ വലിയ ആളുകളും വ്യവസായത്തിൻ്റെ ആളുകളും ഫാഷിസത്തെ പിന്തുണച്ചു. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിലേക്ക് പോകാൻ അവർ രാജ്യത്തെ വിട്ടില്ല. അതുകൊണ്ട് അതിനെ എതിർക്കുന്ന ഫാഷിസം എന്ന ഭരണകൂടത്തെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമ്പന്നരായ ആളുകൾ അതാണ് ചെയ്തത്. സോഷ്യലിസം എന്നുള്ളത് തൊഴിലാളിത്ത വർഗത്തിൻ്റെ ഒരു പടയാളികളാണെങ്കിൽ ഫാഷിസം എന്നുള്ളത് സമ്പന്നർ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന സമ്പന്നർ എന്ത് ചെയ്തു? ഫാഷിസത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദീസ് ആർ ദ സർക്കംസ്റ്റൻസസ് that helped the fascist party came to power in Italy. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് അധികാരത്തിലെത്താനുണ്ടായ സാഹചര്യമാണ് നാം ഇപ്പോൾ പറഞ്ഞത്. ദെൻ വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാഷിസം? ഫാഷിസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഇനി നാം പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആൻറ്റഗോണിസം ടു ഡെമോക്രസി. ജനാധിപത്യത്തോടുള്ള വിരോധം. അവർക്ക് ജനാധിപത്യത്തോട് വെറുപ്പായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഒപ്പോസിഷൻ ടു സോഷ്യലിസം. സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. സോഷ്യലിസം എന്നുള്ള തൊഴിലാളികളുടെ സംഘടന, അതുകൊണ്ട് അതിനോടുള്ള എതിർപ്പ്. തേർഡ് വൺ ഈസ് ഗ്ലോറിഫൈങ് ദ നാഷൻ. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക. നമ്മുടെ രാഷ്ട്രം വളരെ ഉഷാറാണെന്ന് പറയുക, അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്ന ഒരു രീതി. And the fourth one is adoring the purity of rice. വംശമഹിമ ഉയർത്തിപ്പിടിക്കാം. താങ്കളുടെ റൈസ് വളരെ ഉഷാറാണ് എന്ന് ഉയർത്തിപ്പിടിക്കാം. And the fifth one is justifying war. യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക. And the next one is diffusion of aggressive nationalism. തീവ്ര ദേശീയത പ്രചരിപ്പിക്കാം. Propagation of aggressive nationalism. And the next one is defying the past. ഭൂതകാലത്തെ പ്രകീർത്തിക്കുക. ഞങ്ങളുടെ ഭൂതകാലം അതുപോലെയായിരുന്നു, ഇതുപോലെ ഇങ്ങനെ അതിനെങ്ങനെ പ്രകീർത്തിച്ച് നല്ലതാക്കി പറയുക. The next one, indoctrination of ideologies and propagation of ideologies through arts, literature and education. കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മാർഗത്തിലൂടെ അവരുടെ ആശയങ്ങളെ അവർ ഇറ്റലിയിൽ പ്രചരിപ്പിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. സൈനിക സ്വേച്ഛാധിപത്യം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാഷിസം. Now we can discuss about the role of Mussolini in Italy. ഇറ്റലിയിൽ മുസോളിനിയുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മുസോളിനി resorted to despotic measures in the political and economic field of Italy. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി ഇറ്റലിയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യം ഊട്ടിയുറപ്പിച്ചു. രാഷ്ട്രീയപരമായ മേഖലകളിലും സാമ്പത്തികപരമായ മേഖലയിലും സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് മുസോളിനി കൈക്കൊണ്ടത്, നടപ്പിലാക്കിയത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വയലൻസ് ആൻഡ് ഫെറോസിറ്റി വർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ ഹിംസയുടെയും മാർഗമാണ് ഫാഷിസം ഗവൺമെൻറ് സ്വീകരിച്ചത്. അവർ അക്രമം നടത്തുന്നു. അതുപോലെ ഗാന്ധിജിയുടെ മാർഗം അഹിംസയാണ്, പ്രശ്നങ്ങളില്ലാതിരിക്കുക. പക്ഷേ ഇവരുടെ മാർഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഹിംസയുടെ മാർഗമായിരുന്നു ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത്. ആൻഡ് ദ തേർഡ് വൺ, സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് were proclaimed as enemies of the nation.
സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കളെയും രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായിട്ട് ഫാസിസ്റ്റ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. And the next one, those who opposed the fascist party were executed. ഫാസിസ്റ്റ് പാർട്ടിയെ ആരെതിർത്താലും അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഇവരുടെ നയം. The next one, to restore ancient Roman Empire, he adopted several symbols of ancient Roman administration into its fascist government. പണ്ടുണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനി ലക്ഷ്യം. അതായത് റോമ സാമ്രാജ്യത്തെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് മഹത്വവൽക്കരിക്കുക. അതിനുവേണ്ടി മുസോളിനി എന്ത് ചെയ്തു? അന്നുണ്ടായിരുന്ന റോമൻ ഭരണത്തിൻ്റെ പല സിംബലുകളും അദ്ദേഹം ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് വേണ്ടി സ്വീകരിക്കുകയും അത് കടമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അതായത് റോമൻ എംപയറിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ അടയാളങ്ങളും ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റായ ഇറ്റലിയിൽ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. The next one, formed military force, the black shirt, to implement fascist policies. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ബ്ലാക്ക് ഷർട്ട്, കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗത്തെ അദ്ദേഹം ഏർപ്പാടാക്കി. The next one, followed aggressive foreign policy. അദ്ദേഹം അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് നടപ്പിലാക്കിയത്. അഗ്രസീവ് നാഷണലിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, തീവ്രദേശീയത. അതുപോലെ തന്നെ തീവ്ര നയം, നമ്മുടെ അയൽ രാജ്യങ്ങളോടുള്ള തീവ്ര നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹി കൺക്വേർഡ് നാഷൻസ് ലൈക്ക് എത്യോപ്യ ആൻഡ് അൽബേനിയ. എത്യോപ്യ പോലെ അൽബേനിയ പോലെ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കുകയും ചെയ്തു. അഗ്രസീവ് ഫോറിൻ പോളിസി, വിദേശ രാജ്യങ്ങളോട് തീവ്രമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ദീസ് ആർ ദ സിറ്റുവേഷൻ ഓഫ് ഇറ്റലി ഡ്യൂറിങ് ദ ടൈം ഓഫ് മുസോളിനി. മുസോളിനിയുടെ കാലത്ത് ഇറ്റലിയുടെ ഭരണം ഈ ഒരു അവസ്ഥയിലായിരുന്നു. സോ ദിസ് സിറ്റുവേഷൻ ഇൻ ഇറ്റലി ഇറ്റ് ലെഡ് ടു ദ അനദർ വാർ. ഈ ഒരു അവസ്ഥ ഇറ്റലിയിലെ ജനങ്ങളെ മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇങ്ങനത്തെ സ്വേച്ഛാധിപത്യമായ ഒരുപാട് ഭരണങ്ങൾ ഇറ്റലിയിൽ നടന്നപ്പോൾ ഇറ്റ് പേവ്ഡ് ദ വേ ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ. ഈ ഒരു അവസ്ഥ അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അവർ അതിനെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് മറ്റൊരു യുദ്ധത്തിലേക്ക് വഴിതെളിയിച്ചു. Now we briefly discussed about fascism emerged in Italy after the First World War. In the next video, we will discuss about Nazism, the another dictatorship government. Nazism emerged in Germany after the First World War.